നെല്ല് സംഭരണത്തിൽ ഫെബ്രുവരി വരെയുള്ള കുടിശ്ശിക നൽകിയിട്ടുണ്ടെന്ന് മന്ത്രി ജി.ആർ. അനിൽ. കുടിശ്ശിക പൂർണ്ണമായി നൽകുക തന്നെയാണ് സർക്കാരിന്റെ ലക്ഷ്യം. 1232 കോടി കേന്ദ്രം നൽകാത്തതിൽ പ്രതിപക്ഷത്തിന് പ്രതിഷേധമില്ലെന്നും മന്ത്രി വിമർശിച്ചു. എന്നാൽ സർക്കാർ നെല്ല് സംഭരണം അനിശ്ചിതമായി വൈകിപ്പിച്ച് എന്ന് പ്രതിപക്ഷം ആരോപിച്ചു. മിതമായ കിഴിവ് ആവശ്യപ്പെട്ടുകൊണ്ട് മില്ലുടമകൾ സംഭരണത്തിൽ നിന്നും പിന്മാറുന്നത് തടയാൻ സർക്കാർ പരാജയപ്പെട്ടു എന്നാരോപിച്ചാണ് പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. നെല്ല് സംഭരണത്തിന്റെ കുടിശ്ശിക പൂർണ്ണമായി നൽകുക എന്നത് തന്നെയാണ് സർക്കാർ ലക്ഷ്യമെന്ന് വ്യക്തമാക്കിയ മന്ത്രി ജി.ആർ. അനിൽ ഫെബ്രുവരി വരെയുള്ള കുടിശ്ശിക നൽകിയിട്ടുണ്ടെന്നും പ്രതിപക്ഷത്തിന് സഭയിൽ മറുപടി നൽകി. 1232 കോടി രൂപ കേന്ദ്രം നൽകാനുണ്ട്. അവിടെ പല താല്പര്യങ്ങളും ഉണ്ടായിരുന്നു. കർഷകർ അതിന് കൂടെ നിന്നില്ല. അതിന്റെ വേവലാതി ഇപ്പം പലരും കാലിട്ടടിക്കുന്നുണ്ട്. അതാണ് അതിന്റെ സത്യം എന്നുള്ള കാര്യം അവിടവുമായി ബന്ധപ്പെട്ടവർക്കെല്ലാം അറിയാം. രാഷ്ട്രീയം ആയിട്ട് ചില ആളുകളുടെ നിലപാടാണ്, കർഷകരുടെ നിലപാടല്ല. ആ നിലപാടാണ് ഇത്ര വൈകിപ്പിക്കാനുള്ള കാര്യങ്ങളിലേക്ക് എത്തി. മില്ലുകാരുടെ സമ്മർദ്ദത്തിന് സർക്കാർ വഴങ്ങുന്നതായുള്ള പ്രതിപക്ഷാരോപണത്തിനും മന്ത്രി മറുപടി നൽകി. കർഷക പ്രതിനിധികളും ഉദ്യോഗസ്ഥരും മില്ലുകാരുടെയും ജോയിന്റ് ആയിട്ടുള്ള ഒരു കമ്മിറ്റി പരിശോധിച്ച് കിഴിവിനെ സംബന്ധിച്ച് തീരുമാനമെടുക്കാമെന്ന് പറഞ്ഞു. അത് ചില കർഷകർ സമ്മതിച്ചെങ്കിലും ചില കർഷകർ സമ്മതിക്കാത്ത ഒരു നിലപാടാണല്ലോ. അതിനകത്ത് കിഴിവ് കൂടുതലാണെന്നും കിഴിവ് കൊടുത്താലേ എടുക്കുള്ളൂ എന്നുള്ള നിലപാടൊന്നും ഗവൺമെന്റ് സ്വീകരിച്ചില്ല. അകാരണമായാണ് സർക്കാർ നെല്ല് സംഭരണം നിക്ഷിപ്ത താൽപര്യങ്ങൾക്ക് വേണ്ടി വൈകിപ്പിച്ചതെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. ഒരു കാരണവശാലും സാധ്യമല്ല എന്ന് പറയാൻ സർക്കാർ നിലപാട് സ്വീകരിക്കണം. ഇതുവരെ കിഴിവില്ലാത്ത ഒരു പ്രദേശത്ത് അതിന്റെ തൊട്ടപ്പുറത്ത് 1% പോലും കിഴിവില്ലാതെ നെല്ല് കൊണ്ടുപോയല്ലോ. മന്ത്രിയുടെ മറുപടിയുടെ അടിസ്ഥാനത്തിൽ അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.